കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രത്യേക സാഹചര്യം തന്നെയായിരുന്നു. അവസാന നിമിഷത്തിലാണ് സ്ത്രീകൾ നയിക്കട്ടെ എന്നൊരു തീരുമാനം ഉണ്ടാകുന്നതും ഈ സ്ത്രീകൾ പല കുറുക്ക് വഴികളിലൂടെയും ജയിക്കാൻ വേണ്ടിയിട്ട് പല കുറുക്ക് വഴികളും ചെയ്യുമല്ലോ, അതിൽ അവർ വിജയിക്കുകയും അവർ ഭാരവാഹികളാകുകയും ചെയ്തു. അതിൽ പലർക്കും പല സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭാരവാഹികളെ ഞങ്ങൾ അംഗങ്ങൾ എല്ലാവരും തന്നെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നിന്നിട്ടുള്ളത്. പക്ഷേ അവർ അമ്മയിലെ അംഗങ്ങളായ ഈ 500 ശിഷ്ടം ആൾക്കാർക്കും ഒരു രീതിയിലുള്ള അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു രീതിയിലും അവർ പ്രവർത്തിച്ചിട്ടില്ല. അവർ ചെയ്തത് അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കും മറ്റ് ചില അജണ്ടകൾ നടപ്പാക്കാനും വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തികളാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനെ തുടർന്ന് പിന്നെ അധികാരമോഹം, ഞാനാണോ വലുത്, നീയാണോ വലുത്, പ്രസിഡന്റും സെക്രട്ടറിയും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, രണ്ടുപേരും രണ്ട് ചേരിയിലായിട്ട് നിന്ന് രണ്ടുപേർക്കും അവരുടെ കൂടെ നിൽക്കുന്ന ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാരെ തമ്മിൽ പിരിപ്പിച്ച് അവരുടെ കൂടെ രണ്ടുപേരുടെയും കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കഥകളും ചെളിവാരിയറിയലും എന്തൊക്കെയോ നടന്നു. അതൊക്കെ ഞങ്ങളെ പോലുള്ള അംഗങ്ങൾ അറിയുന്നത് തന്നെ മീഡിയയിലൂടെയാണ്. പിന്നീട് മീഡിയയിലൂടെ വന്ന വാർത്തകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും അതിനകത്തിരിക്കുന്ന ഭാരവാഹികളെയൊക്കെ വിളിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നത്, വാർത്തകളൊക്കെ വരുന്നു. ഈ കാലത്തിന്റെ ഇടയ്ക്ക് അമ്മ സംഘടനയിൽ നടക്കാത്ത കാര്യങ്ങൾ, ഒരിക്കലും ഒരു സംഘടനയുടെ ഓഫീസിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്ന വാർത്തകൾ. അപ്പോ ഒരു സ്ത്രീയെയാണ് ആദ്യം തന്നെ മാനേജറായ സ്ത്രീയെയാണ് അവർ പുറത്താക്കുന്നത്. അതിനുശേഷം അൻസിബ പല പ്രാവശ്യവും ഒരുപാട് പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. ആ കുട്ടി തുടക്കം മുതൽ ആ കുട്ടിയെ അവിടെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് അപമാനങ്ങൾ ആ കുട്ടിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീകളായിട്ടുള്ള ആൾക്കാരാണ് ഭാരവാഹികൾ. അപ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അവര് ഒരു സ്ത്രീ ആ കുട്ടി അവിടെ പരാതി കൊടുക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ അവരെ പരിഹസിക്കുകയും അവർക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അവരെ അപമാനിക്കാൻ പറ്റുമെന്നാണ് അവര് ആലോചിച്ച് തീരുമാനിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതൊന്നും ശരിയായ പ്രവണതയല്ല.